ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒട്ടും പഞ്ചസാര ചേർക്കാതെ എങ്ങനെ ഒരു സ്ട്രോബെറി ജാം ഉണ്ടാക്കാമെന്ന് നോക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രോബെറി ജാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ജാം ഉണ്ടാക്കുവാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം സ്ട്രോബെറി ഉണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്ട്രോബെറി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ അരച്ചെടുക്കാൻ. ഇനി ഇത് അരിപ്പ വെച്ച് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താണ് നമ്മൾ ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് സ്ട്രോബെറി ജാം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പാനിലോട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ജാം ഉണ്ടാക്കാൻ എപ്പോഴും ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടിയിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്ട്രോബെറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇനിയും ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് സ്ട്രോബെറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. ഈ ഒരു ജാമിൽ മാത്രമല്ല, ഏത് ഫുഡിലും നമ്മൾ തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഫുഡിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലായിരിക്കണം. നല്ല ചൂടുള്ള ഫുഡിലേക്ക് തേൻ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ തേൻ ഒഴിച്ചു കൊടുത്ത ശേഷം ആ ഒരു ഫുഡ് ചൂടാക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ തന്നെ ബ്രാൻഡിൻ്റെ തേനാണ്. നല്ല നാടൻ തേനാണിത്. നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഒരു തേൻ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള വാട്സാപ്പ് നമ്പറും വാട്സാപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. 1 കിലോയുടെ ബോട്ടിലും 300 ഗ്രാമിൻ്റെ ബോട്ടിലും ഉണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ഡെലിവറി അവൈലബിൾ ആണ്. ഇതുകൂടാതെ വേറെയും പ്രൊഡക്റ്റുകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാനും ഈ ഒരു തേൻ വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യുവാനും ഞാൻ നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. 300 ഗ്രാം തേൻ ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. 1 കിലോയുടേത് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. ഇനി ഇതുകൂടാതെ ലെമൺ ഹണിയും ഗാർലിക് ഹണിയും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും റെസിപ്പിയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിലേക്ക് നമുക്കിനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് സാധാരണ ഒരു ജാം പോലെയല്ല, അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ഇതിൽ പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, തേനാണ്. അപ്പോൾ തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാകും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പറഞ്ഞത്. ഈ ഒരു ജാം നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം ഇതിൽ നമ്മൾ കളേഴ്സോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കുന്നില്ല, തേൻ മാത്രമാണ് ചേർക്കുന്നത്. തേൻ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും ഒന്ന് സെറ്റായി കിട്ടും. ഇത്രയും ലൂസ് ഉണ്ടാവില്ല. ഇതിന് കുട്ടികൾക്ക് നിങ്ങൾക്ക് ബ്രെഡിൽ പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ കൊടുക്കാം. ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ച് വയ്ക്കാറ്. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അധിക കാലം ഇത് പുറത്ത് നിൽക്കില്ല. അപ്പോൾ ഇത് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി ജാം നമ്മളിവിടെ ഉണ്ടാക്കിയത്. സ്ട്രോബെറിയും ഹണിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.